ശ്രീ ഹരിപ്രസാദ്ജി, നമ്മൾക്കറിയാം ഇന്നിപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമേ ഇത്ര കണ്ട് വാഴ്ത്തുന്നുള്ളൂ. ജയസൂര്യൻ സാർ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു രാഷ്ട്രീയ മെറിറ്റ് അതല്ലെങ്കിൽ ഇതിന്റെ ഒരു രാഷ്ട്രീയ ഗുണം എങ്ങനെയാണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് ഈ ഒരു വിഷയത്തിൽ വരുന്നത്? ഇയാളിപ്പോ ഇന്നിപ്പോ പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ലോക്സഭാ ഇലക്ഷൻ കേരളത്തിൽ കഴിഞ്ഞ് മറ്റൊട്ടനവധി സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്നു. അതിന്റെയൊക്കെ പ്രചരണങ്ങളിലേക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വന്നിരിക്കുന്നു. എങ്ങനെയാണ് അങ്ങയുടെ ഒരു വീക്ഷണം വരുന്നത്? ശ്രീമാൻ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഡൽഹി, പഞ്ചാബ്, അതുപോലെ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഹരിയാനയിലെ ചില മണ്ഡലങ്ങളിൽ ഇത്തരം ഏരിയയിലാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു റിലവൻസ് ഉണ്ട് എന്നുള്ളത് തോന്നുന്നത്. കാരണം അദ്ദേഹം ഗുജറാത്തിൽ പോയിട്ട് അവിടെ ക്ലച്ച് പിടിച്ചില്ല, ഗോവയിൽ പോയി നോക്കി അവിടെ ക്ലച്ച് പിടിച്ചില്ല. പിന്നീട് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തില് കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ഈ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ വലിയ അഴിമതി രഹിത പോരാട്ടം സ്വപ്നം കണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ ആം ആദ്മി പാർട്ടിയിലേക്ക് ചേർന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളുടെ നാട്ടിലൊക്കെ വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള CR നീലകണ്ഠനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ മറ്റേ സാറ ജോസഫിനെ പോലെയുള്ള ആളുകളൊക്കെ ആം ആദ്മി പാർട്ടിയിൽ ജോയിൻ ചെയ്യുകയും ആം ആദ്മി വലിയ ഒരു തരംഗം ഇന്ത്യയിൽ പെട്ടെന്ന് ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്ത ആൾക്കാരാണ്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ അവര് എന്തിനാണോ നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ എന്തിനാണോ ഉണ്ടായത്, അതിനെതിരെയുള്ള ആക്ഷനാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒരു പക്ഷേ ഇപ്പൊ മദ്യ അഴിമതി മാത്രമല്ല, വഖഫ് ബോർഡ് അഴിമതി മാത്രമല്ല, ഡൽഹിയിലെ വൈദ്യുതി വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ശുദ്ധജല വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലുമൊക്കെ വാട്ടർ സപ്ലൈ വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അഴിമതി കഥകൾ പുറത്തു വരികയും അതിന്റെയൊക്കെ ചാർജ് ഷീറ്റുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് നമ്മളിത് സംസാരിക്കുന്നത്. അപ്പോ അഴിമതിക്കെതിരെ വലിയ ശക്തമായിട്ടുള്ള പോരാട്ടം നയിച്ച് അണ്ണാ ഹസാരെ നടത്തിയ പോരാട്ടമാണെങ്കിലും അണ്ണാ ഹസാരയുടെ റൈറ്റിൽ നിന്നുകൊണ്ട് ഇദ്ദേഹവും ലെഫ്റ്റിൽ നിന്നുകൊണ്ട് പ്രശാന്ത് ഭൂഷണും, ഇവര് രണ്ടുപേരുമാണ് ആം ആദ്മി പാർട്ടിയുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ട് അണ്ണാ ഹസാരയുടെ, ആം ആദ്മി പാർട്ടിയുടെ അല്ല, ആ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായത്. അപ്പോൾ ആ വന്ധ്യവയോധികൻ ഇന്ത്യയിൽ ചെയ്ത ആ ഒരു വലിയ പോരാട്ടത്തിന്റെ ഫ്രൂട്ട് സൈഡിൽ നിന്ന് കൊയ്തെടുക്കുകയാണ് ശ്രീമാൻ അരവിന്ദ് കെജ്രിവാൾ ചെയ്തത്. പിന്നെ ഡൽഹിയിലെ ചില സാധാരണക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രീ വൈദ്യുതി, ഫ്രീ വെള്ളം തുടങ്ങിയിട്ടുള്ള ചില ഓഫേഴ്സ് ഒക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഭരണം നിലനിർത്തുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇനി ഒരു ഭരണം അദ്ദേഹത്തിന് കിട്ടുമോ ചോദിച്ചാൽ സംശയമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഡൽഹി, ഹരിയാന, അതുപോലെ തന്നെ പഞ്ചാബ്, ഈ 3 സംസ്ഥാനങ്ങൾക്ക് പുറത്ത് അരവിന്ദ് കെജ്രിവാളിന് ഒരു ഇൻഫ്ലുവൻസ് എവിടെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ് എന്നുള്ളതാണ് അവസ്ഥ. ഇപ്പോ നോക്കൂ, ഈ ഗോവ ഇലക്ഷന് കാശിറക്കാൻ വേണ്ടിയിട്ടാണ് ഈ മദ്യ അഴിമതി നടത്തിയത്, ഗോവയിലേക്കാണ് ആ കാശ് ഒഴുകിയത് എന്നാണ് പൊതുവിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എന്നിട്ടും ഗോവ ഇലക്ഷനിൽ ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും, ഗുജറാത്ത് ഇലക്ഷനിൽ ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ അരവിന്ദ് കെജ്രിവാളിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം വലിയ എന്തോ പ്രതിഭാസമാണ് എന്ന് സ്വയമേധയ വിശേഷിപ്പിച്ചുകൊണ്ടാണ് വാരണാസിയിൽ നരേന്ദ്രമോദിയെ നേരിടാനായിട്ട് പോയത്. അവിടെയും അദ്ദേഹത്തിന്റെ അനുഭവം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് ഇവിടുത്തെ മീഡിയ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് അരവിന്ദ് കെജ്രിവാൾ ഒരു പക്ഷേ നരേന്ദ്രമോദിയെ തറപറ്റിക്കും എന്നുള്ളതൊക്കെയാണ്. പക്ഷെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു നേതാവായിട്ട് അദ്ദേഹം മാറി എന്നുള്ളത് ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിന് ബദലായിട്ട് രൂപപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ആം ആദ്മി. അന്ന് കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിക്കുന്നത്. കോൺഗ്രസിന്റെ വലിയ അഴിമതികൾ, അതിപ്പോ 2G സ്കാം ഉണ്ട്, അതുപോലെ തന്നെ മറ്റേ എന്താ പറയാ, കൽക്കരി കുംഭകോണം ഉണ്ട്, എന്ത് ഫ്ലാറ്റിന്റെ വെച്ചിട്ടാണ് അതിന്റെ പേര്, ഞാൻ എക്സാക്ട് ഓർക്കുന്നില്ല. സാർ അത് പറയുന്നുണ്ട്, മ്യൂട്ട് ആയതുകൊണ്ടാണ്. ആദർശ് ഫ്ലാറ്റ് അഴിമതി ഉണ്ട്. അങ്ങനെ ഒട്ടനവധി കോമൺവെൽത്ത് ഗെയിം അഴിമതി ഉണ്ട്. അങ്ങനെയുള്ള ഒട്ടനവധി അഴിമതികളുടെ ഒരു വലിയ കുത്തൊഴുക്ക് കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഉണ്ടായി. ഈ അഴിമതിക്കെതിരെയാണ് ആം ആദ്മി രൂപം കൊണ്ടത്. എന്നിട്ട് ഇപ്പോൾ അവരെന്തിനു വേണ്ടിയാണോ രൂപം കൊണ്ടത്, എന്തിനെയാണോ നിലകൊള്ളുന്നത്, അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ച് കോൺഗ്രസിനെതിരെ
രൂപം കൊണ്ട പാർട്ടി കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് മത്സരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അധപ്പതിക്കുന്നത്, അത് ഇവിടുത്തെ ജനത്തിനറിയാം. ഈ ജനത്തിനെ നമ്മൾ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഈ മദ്യ അഴിമതി കേസിൽ മനീഷ് സിസോദിയുടെ അറസ്റ്റിന് വേണ്ടിയിട്ടും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് വേണ്ടിയിട്ടും BJP-യേക്കാൾ മുമ്പ് പ്രക്ഷോഭം ആരംഭിച്ചതും ശബ്ദമുയർത്തിയതും കോൺഗ്രസ് ആണ്. അപ്പോ ഒരു ഘട്ടത്തിൽ അതിനെതിരെ നടപടി വരുന്ന അവസരത്തിൽ, അതിനെതിരെ ആക്ഷൻ എടുക്കുന്ന സമയത്ത്, അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്, കേസ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന നേതാവായതുകൊണ്ട് കെജ്രിവാൾ പരിശുദ്ധനാവും എന്നുള്ള ആ തത്വമുണ്ടല്ലോ കോൺഗ്രസിന്റെ, അതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ ജയസൂര്യൻ സാറ് സൂചിപ്പിച്ച പോലെ ഇപ്പോഴത്തെ ഒരു മീഡിയ അറ്റൻഷൻ മറ്റുള്ള എല്ലാ നേതാക്കളിൽ നിന്നും, മറ്റുള്ള എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും അരവിന്ദ് കെജ്രിവാളിലേക്ക് അടുത്ത ഒരു 3-4 ദിവസം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതിൽ ഒഴിച്ച് അദ്ദേഹത്തിന് ഒരു ചെറുചലനം പോലും ഇന്ത്യ പൊളിറ്റിക്സിൽ, പ്രത്യേകിച്ച് 2024 ഇലക്ഷനിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഹരിപ്രസാദ് ജി, നമ്മൾക്കറിയാം എന്തൊരു കാര്യത്തിനും മെറിറ്റ്സ് ഉള്ള പോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഡീമെറിറ്റ്സും ഉണ്ടാവുമെന്ന് നമുക്കറിയാം. ഇപ്പോ ഇദ്ദേഹം ജയിലിൽ പോയ സമയം മുതൽ സത്യത്തിൽ ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ്, അതിൽ പ്രഖ്യാപിച്ചതിന് ശേഷമൊക്കെ ഒരുപാട് വിവാദമുണ്ടാക്കപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. കാരണം അയാൾക്ക് ഇവിടെ ഇപ്പോ ജയസൂര്യൻ സാർ പറഞ്ഞ പോലെ തന്നെ അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ആ ഒരു സാത്വികനായിട്ടുള്ള ആ മനുഷ്യന്റെ പിറക് പറ്റിക്കൊണ്ട്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിഴല് പറ്റിക്കൊണ്ട് വളർന്നു വന്ന ഒരു രാഷ്ട്രീയക്കാരൻ. അങ്ങനെ ആം ആദ്മി എന്ന് പറയുന്ന ആ പാർട്ടിയുടെ ചൂല് പറയുന്ന ആ ചൂലെടുത്തുകൊണ്ട് ഈ പറയുന്ന അഴിമതി മുക്ത, അതല്ലെങ്കിൽ അഴിമതിയെല്ലാം ഞങ്ങൾ ചൂല് കൊണ്ട് അടിച്ചു വാരുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് മറ്റ് 1-2 സംസ്ഥാനങ്ങളിലൊക്കെ അവർ നേടിയിട്ടുള്ള ഒട്ടേറെ ആ ഒരു കുതിച്ചു ചാട്ടം എന്നൊക്കെ പറയേണ്ടതുണ്ട്. അത്തരത്തിൽ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് എന്ന് കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കൂടുതൽ ഇതിന്റെ ഒരു വിശദീകരണങ്ങൾ വരിക? ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ സംബന്ധിച്ചിട്ടാണോ ബൈച്ചേട്ടൻ ചോദിച്ചത്? അതോ അല്ല, അയാളുടെ തുടക്കം മുതൽ പറയുകയാണ്. കാരണം അയാളുടെ ആം ആദ്മി വന്ന ആ ഒരു സമയം നമ്മൾക്കറിയാം, ആ ഒരു കുതിച്ചുചാട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളത്. മാത്രമല്ല, ഇയാൾ ഉള്ളിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് നടന്ന ആ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ട് സംസ്ഥാനങ്ങളുടെ. ആ സമയത്ത് ആ സ്റ്റേറ്റ് പിടിച്ച ആ ഒരു കാര്യമൊക്കെ നമുക്കറിയാം. അത്തരത്തിൽ എടുക്കുകയാണെങ്കിൽ അയാളുടെ വരവും അതിനുശേഷം ഇന്നിട്ട് വന്നിട്ടുള്ള ഈ പതനവും ആ ഒരു കാര്യം കൂടി മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഉൾപ്പെടുത്തി പറയുകയാണെങ്കിൽ രാഷ്ട്രീയ വശം തന്നെ. ഈ ആം ആദ്മി പാർട്ടി ഇന്ത്യയിലെ രൂപീകൃതമാകുന്നത് 2014-15 കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തില് ഇന്ത്യയില് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യ അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. അത് നരേന്ദ്രമോദി ഇവയുടെ തൊട്ടു മുമ്പ് ആണ്. അപ്പോൾ മൻമോഹൻ സിംഗിന്റെ ആദ്യത്തെയും രണ്ടാമത്തെയും സർക്കാരുകളുടെ കാലഘട്ടത്തില് നേരത്തെ നമ്മളൊക്കെ സൂചിപ്പിച്ച പോലെയുള്ള ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ്. അതിനൊരു ബദലായിട്ട്, ഈ ബദൽ എന്ന് പറയുമ്പോൾ നമുക്ക് സൊസൈറ്റിയിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആൾക്കാരുണ്ട്. ചില ആളുകൾക്ക് ഇപ്പൊ BJP-യുടെ രാഷ്ട്രീയത്തെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അത്തരം ആളുകളെ സംബന്ധിച്ച് കോൺഗ്രസിന് ബദലായിട്ട് നിൽക്കുന്ന ഒരു 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 ഒഫീഷ്യൽ സ്റ്റാറ്റസിലൊക്കെ ഉള്ള, റിട്ടയർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിജീവി ലൈനിലൊക്കെ നമ്മുടെ നാട്ടിൽ പറയാനാണെന്നുണ്ടെങ്കിൽ ബുദ്ധിജീവി ലൈനിലൊക്കെ നിൽക്കുന്ന എഴുത്തുകാര് തുടങ്ങിയിട്ടുള്ള കുറച്ച് സാമൂഹിക പ്രവർത്തകര് തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഈ ആം ആദ്മി പാർട്ടിയിലേക്ക് പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ജോയിൻ ചെയ്തത്. ഇപ്പൊ നമ്മൾ നോക്കൂ, ഡൽഹിയിലെ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആം ആദ്മി നേതാക്കന്മാരുടെ ഒരു നീണ്ട നിര എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥന്മാര്, IRSകാര്, അത്തരത്തിലുള്ള ഒരുപാട് നേതാക്കന്മാര് അതിനകത്തേക്ക്, അല്ലെങ്കിൽ ആളുകൾ അതിനകത്തേക്ക് ആകൃഷ്ടരായിട്ട് വന്നു. ഒരു ഘട്ടത്തിൽ നമ്മൾ പലരും വിചാരിച്ചിരുന്നു ഇത് പെട്ടെന്ന് ഇന്ത്യയിൽ മുഴുവൻ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കും എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് അവര് പെട്ടെന്ന് ഗുജറാത്തിലേക്കും ഗോവയിലേക്കും മറ്റേ ബാംഗ്ലൂരിലൊക്കെ, കർണാടകയിലെ ഈ മറ്റേ എന്താ പറയാ, ഒരു IT ഹബ്ബ് ഒക്കെ പോലെയുള്ള അപ്പർ മിഡിൽ ക്ലാസ് താമസിക്കുന്ന സിറ്റികളിലേക്കൊക്കെ തന്നെ അവർ പെട്ടെന്ന് അവരുടെ ഇത് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിന് പെട്ടെന്ന് ഇന്ത്യയിലെ എല്ലാം സർവസ്വവും നേടാൻ സാധിക്കും അദ്ദേഹത്തിന് എന്നുള്ള ഒരു പെട്ടെന്നുള്ള ഒരു തോന്നലിന്റെ പുറത്ത് നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുക എന്നുള്ള അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് പോലും അദ്ദേഹം കടന്നു ചെന്നു എന്നുള്ളതാണ്.
പക്ഷെ നോക്കൂ, ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സംഘടനാ പ്രവർത്തനമാണ്. അതൊരിക്കലും ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ആവേശത്തിന്റെ പുറത്ത് ചെയ്തു തീർക്കാൻ സാധിക്കുന്ന, നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഒരു സിസ്റ്റം ഒന്നുമല്ല. നിങ്ങൾ ഡൽഹി എന്ന് പറയുന്നത് വളരെ ചെറിയ സംസ്ഥാനമാണ്. ഇന്ത്യയിലെ തന്നെ വളരെ ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. മിക്സ്ഡ് പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനമാണ്. കൂടുതലും ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരും ബിസിനസ്സുകാരും അതുപോലെ ഇൻഡസ്ട്രിയലിസ്റ്റുകളും ഒക്കെ ധാരാളമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഡൽഹി എന്ന് പറയുന്നത്. ഈ ഡൽഹിയില് നിർഭയ കേസ്, അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള അഴിമതി കേസുകളിലൊക്കെ പെട്ട് കോൺഗ്രസ് വല്ലാതെ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസരത്തില് അതിനൊരു ബദൽ എന്നുള്ള രീതിയിലാണ് ആളുകൾ ആം ആദ്മിയെ കണ്ടത്. അല്ലാതെ ആം ആദ്മി പാർട്ടിയുടെ ഒരു പെർഫോമൻസ് ഹിസ്റ്ററി എടുത്തു നോക്കിയിട്ട് അതിൽ ആകൃഷ്ടരായിട്ട് ആം ആദ്മിയിൽ പോയ ആൾക്കാരല്ല ഇവരാരും തന്നെ. ഈ ആളുകളൊക്കെ തന്നെ ആം ആദ്മിയിൽ എത്തുന്നത് കോൺഗ്രസിന് ബദലായിട്ട്, എന്നാൽ ഞങ്ങൾക്ക് BJP-യിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ച ഒരു മധ്യവർഗം, അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ഒരു വർഗത്തിൽ പെട്ടിട്ടുള്ള കുറെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഓഫീസേഴ്സ് അല്ലെങ്കിൽ റിട്ടയർഡ് ഹാൻഡ്സ് ആണ് ഈ ആം ആദ്മിയിൽ ചേർന്നത്. ഇവരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഈഗോ ഉള്ള, ഡിഫറൻ്റ് ആയിട്ടുള്ള വർക്ക് കൾച്ചർ ഉള്ള, ഡിഫറൻ്റ് ആയിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള, ഡിഫറൻ്റ് ആയിട്ടുള്ള തോട്ട് പ്രോസസ് ഉള്ള ഒരു ഒരു വലിയ കൂട്ടം ആളുകൾ. അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത് ആം ആദ്മി എന്ന് പറയുന്നത് ഒരു സംഘടനാ സംവിധാനത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിലോ മികച്ച പ്രകടനം എവിടെയും കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഡൽഹിയിൽ ഇവർക്ക് അവിശ്വസനീയമായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ പിന്തുണ കിട്ടുന്നു. ആ പിന്തുണ ആർജിച്ചിട്ട് വലിയ മറ്റേ എന്താ പറയാ ജനക്ഷേമപരമായിട്ടുള്ള സൗജന്യ വൈദ്യുതി, സൗജന്യ വെള്ളം, സൗജന്യ യാത്ര ബസ്സില് തുടങ്ങിയിട്ടുള്ള നിലപാടുകളൊക്കെ ആയിട്ട് തനി സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സുമായിട്ട് മുന്നിലോട്ട് വരുന്നു. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ ഡൽഹിയിലെ ജനങ്ങള് വീണ്ടും ഒരു ഒരു തവണ കൂടെ അവരെ അധികാരത്തിലേറ്റുന്നു. പക്ഷേ ആ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അവരെന്തിനാണോ നിലകൊള്ളുന്നത് അല്ലെങ്കിൽ എന്തിനാണോ അവർ ഫോം ചെയ്തത് അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. പിന്നെ ഒരു പരിധി വരെ അതിൽപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ ഇത്തരത്തിൽ സെൽഫായിട്ട് ഗോളടിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്ന ഒരു ഒരു പ്രതിഭാസത്തിലേക്ക് പോകുന്നു. അങ്ങനെ വന്ന് ഇവർക്ക് ഡൽഹിയിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഒരു എക്സിസ്റ്റൻസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഡൽഹിയിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ BJP ഒരു ബദലല്ലാത്ത പഞ്ചാബ് പോലെ ഒരു 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 സ്റ്റേറ്റില് മറ്റൊരു ഓപ്ഷൻ ഇല്ല ജനത്തിന്റെ മുമ്പിൽ എന്ന് വന്നപ്പോൾ അവിടെ ജനം ഈ ആം ആദ്മിയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ പഞ്ചാബില് ഈ മയക്കുമരുന്ന് ലോബിയുടെ വലിയ ഇൻഫ്ലുവൻസ് ആണ് കോൺഗ്രസ് ഗവൺമെന്റിന് വലിയ തിരിച്ചടിയായത്. അപ്പോൾ അങ്ങനെ മയക്കുമരുന്നിനെതിരെയും മദ്യത്തിനെതിരെയും നിലപാട് കൈക്കൊള്ളും എന്നൊക്കെ പറഞ്ഞ് പഞ്ചാബിനെ ലഹരി വിമുക്തമാക്കും എന്നൊക്കെയുള്ള ഒരു ഒരു വലിയ എന്താ പറയാ ആഹ്വാനമൊക്കെ ആയിട്ടാണ് അവിടേക്ക് ചെന്നത്. ആ ആളുകളാണ് ഇപ്പൊ മദ്യ നയ അഴിമതിയിൽ അകത്ത് പോയിട്ടുള്ളത്. ഓർക്കണം, നമ്മൾ ഈ മദ്യ നയ അഴിമതി എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡൽഹിയില് ഏതാണ്ട് 801 പ്രൈവറ്റ്, നമ്മളുടെ നാട്ടിലെ ബീവറേജ് പോലെയുള്ള അല്ലെങ്കിൽ ഈ പോണ്ടിച്ചേരിയിലും മാഹിയിലൊക്കെ കാണുന്നത് പോലെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് തുറക്കാനുള്ള അനുമതിയാണ് ഇവർ നൽകിയത്. രാത്രി 3 മണി വരെ മറ്റേ ഈ പറയുന്ന മദ്യ വിൽപ്പനശാലകൾ പ്രവർത്തിക്കാനുള്ള അനുമതിയാണ് ഇവർ നൽകിയത്. 18 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള എല്ലാവർക്കും സുലഭമായിട്ട് മദ്യം അവൈലബിൾ ആക്കാനുള്ള നടപടിയാണ് ഈ മദ്യനയത്തിലൂടെ ഇവര് നടപ്പാക്കാൻ ശ്രമിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത് അതിനകത്ത് അഴിമതി ഉണ്ടോ അഴിമതിയില്ലേ, 100 കോടി രൂപ കെജ്രിവാൾ കൈപ്പറ്റിയോ ഇല്ലേ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. ഈ മദ്യനയത്തിലൂടെ ഡൽഹിയിലെ ഒരു ഒരു ജനറേഷനെ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനെ ലഹരിക്ക് അടിമയാക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തു കൊടുത്തിട്ടാണ് ഇവന്മാർ ഈ അഴിമതി നടത്തിയത് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. അതിനകത്തുനിന്ന് 100 കോടി രൂപയോ 200 കോടി രൂപയോ സമ്പാദിച്ചു എന്നതിനേക്കാൾ ഉപരി അവിടെ പെട്ടിക്കട പോലെ ഓരോ വാർഡിലും അല്ലെങ്കിൽ ഓരോ കൗൺസിൽ ഏരിയയിലും 10ഉം 13ഉം ഇത്തരത്തിലുള്ള കടകൾ ഓപ്പൺ ചെയ്യാനുള്ള അനുമതി കൊടുത്ത് അവിടെ സർക്കാരിന് മറ്റേ 300 രൂപ 320 രൂപ റവന്യൂ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നിരുന്ന സാധനം
നേരെ 30ലേക്കും 18ലേക്കും 19ലേക്കിലൊക്കെ കുറച്ചു കൊടുത്ത് പെഗ് ഒന്ന് ഫ്രീ എന്നുള്ള രീതിയിലൊക്കെ അവിടെ കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ലോബിയെ മത്സര രീതിയിലേക്ക് അവതരിപ്പിച്ച് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ഒരു 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 മദ്യപ്പുഴ ഒഴുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഈ അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ഇവരുടെ ഉദയത്തിന് കാരണമായ ആള് ഒരു മദ്യവർജന സമരം കൂടെ, അല്ലെങ്കിൽ മദ്യ വിരുദ്ധ സമരത്തിനും കൂടെ നേതൃത്വം നൽകിയ ആളാണ് എന്ന് പോലും ഓർക്കാതെ അവിടെ മദ്യം സുലഭമായിട്ട് ലഭ്യമാക്കുക, ടൂറിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ ചെറിയ കുട്ടികൾക്ക് പോലും 18 വയസ്സായ കുട്ടികൾക്ക് പോലും പബ്ലിക്കായിട്ട് ഇരുന്ന് മദ്യം കഴിക്കാനുള്ള അനുമതി പോലും കൊടുത്തുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നയമാണ് ഇവർ കൈക്കൊണ്ടത്. അതൊരിക്കലും അവരുടെ ഫൗണ്ടിങ് പോളിസിയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല. അപ്പൊ അഴിമതി നടത്തി എന്നതിനേക്കാൾ ഉപരി അവരെന്തിനു വേണ്ടിയിട്ടാണോ ഈ രാജ്യത്ത് നിലകൊണ്ടത് അല്ലെങ്കിൽ നിലവിൽ വന്നത് അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നിലോട്ട് പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആം ആദ്മി എന്ന് പറയുന്ന പാർട്ടി നോക്കൂ, ഇപ്പൊ പഞ്ചാബിലും മറ്റേ ഡൽഹിയിലുമാണ് ഭരണത്തിലുള്ളത്. ഈ ഭരണത്തിലുള്ള 2 സ്റ്റേറ്റിലെ ഭരണത്തിലുള്ള ഒരു പാർട്ടിക്ക് ഡൽഹി പോലെയുള്ള ഒരു ക്യാപിറ്റൽ സിറ്റിയില് ഇത്രയും വലിയ തോന്നിവാസം കാണിക്കാമെന്നുണ്ടെങ്കിൽ പഞ്ചാബ് പോലെ ഒരു 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 സ്ഥലത്ത് അവരുടെ ഭരണത്തിന്റെ കീഴിൽ ഈ ലഹരി മാഫിയ എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്താൽ അതിന്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ധാരാളമായിട്ട് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ പഞ്ചാബ് വഴി ഇന്ത്യയിലേക്ക് കടത്തുന്ന കാര്യങ്ങളിൽ പോലും മൗനം പാലിക്കുന്നുണ്ട് ആം ആദ്മി എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തി ആകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.